ദേ നിങ്ങളെന്താ ഇവിടെ? അത് ഞങ്ങള് രാധമ്മയെ കാണാൻ വേണ്ടി കാത്തു നിന്നതാ. രാധമ്മ ബാങ്കിലേക്ക് പോന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്നാ ഇവിടെ വെച്ച് കണ്ടേക്കാന്ന് ഞങ്ങളും കരുതി. അത് മറ്റൊന്നും കൊണ്ടല്ല രാധമേ. ചില കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ വെച്ച് പറയാൻ പറ്റില്ല. അവിടെ എപ്പോഴും ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടാവും. ഞങ്ങൾക്ക് രാധമ്മയോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതാ ഇങ്ങോട്ട് വന്നത്. എന്താ രമ്യ? അത് ഞാൻ പറയാം. മാറ്റർ പഴയത് തന്നെയാ രാധമേ. രാജുവിന്റെയും രമ്യയുടെയും കല്യാണ കാര്യം. അതില് ഞാൻ ഒറ്റയ്ക്കെന്ത് തീരുമാനം പറയാനാ രുക്മിണി? ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് സാവധാനം ആലോചിച്ചൊരു തീരുമാനം എടുത്താ മതി. പറയമ്മേ. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇവൾക്ക് രാജുവിനോടുള്ള ഇഷ്ടം. രാജു എന്ന് പറഞ്ഞ ഒരുമാതിരി ഭ്രാന്ത് പോലെയാ ഇവൾക്ക്. അതാ പലവട്ടം നാണം കെട്ടിട്ടും വീണ്ടും വീണ്ടും ഞങ്ങൾ പുറകെ വരുന്നത്. ഇവൾക്ക് രാജുവിനേക്കാൾ നല്ല 100 ചെറുപ്പക്കാരെ കിട്ടും. പക്ഷേ ഇവൾക്ക് രാജുവിനെ മതിയല്ലോ. അമ്മേ, കാര്യം പറ. പറയാം രാധമ്മേ. ഞാനൊരു ഡിമാൻഡ് വെക്കാം. അത് ഇവൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വിട്ടുവീഴ്ചയാ. രാജുവിന്റെ രമ്യയുടെ കല്യാണം നടത്തി കൊടുത്താൽ ശ്രീലക്ഷ്മിയെ ഞാൻ എന്റെ മരുമകളായി അംഗീകരിക്കാം. ഹരീഷിനോടുള്ള വൈരാഗ്യം മറന്ന് ഞാൻ അവനെ വീട്ടിലേക്ക് വിളിക്കാം. മാത്രമല്ല, ഹരീഷിന് അവകാശപ്പെട്ട സ്വത്ത് ഞാൻ അവന് കൊടുക്കുകയും ചെയ്യും. അവനിപ്പം ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും ആണെന്ന് ഞാൻ കേട്ടു. ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ എന്ത് കിട്ടാനാ? രുക്മിണി പറയുന്നത് ശരിയാ. പക്ഷേ